ഈ സുജയ പാർവതി എന്ന് പറഞ്ഞിട്ടുള്ളത് പരിപൂർണമായിട്ടുള്ള സംഖ്യയാണ്. സംഖ്യടി. ജനൻ ടി വി കാണുന്നത് ആകെ RSSന്റെ ആളുകളാണ്, ജനൻ ടി വി കാണുന്ന ആൾക്കാർ. അല്ലാതെ വേറെ ആരും. മറ്റൊരു കാര്യമാണ്, നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മീഡിയ വണ്ണിന്റെ ഔട്ട് ഓഫ് ദ ഫോക്കസ് സ്ഥിരമായിട്ട് കാണുന്ന പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ കഴിയുന്ന സമയങ്ങളിലൊക്കെ ഈ എൻകൗണ്ടർ കാണാറുണ്ട്. നമ്മുടെ 24 ന്യൂസിൽ എൻകൗണ്ടർ, നമ്മുടെ ഹാഷിം താജ് ഇബ്രാഹിം അദ്ദേഹത്തിന്റെ എൻകൗണ്ടർ നമ്മൾ കാണാറുണ്ട്. നാട്ടിലെ ന്യൂസും കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ നമ്മൾ ഇതൊക്കെയാണല്ലോ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അഭിലാഷ് മോഹനന്റെ പ്രോഗ്രാം നമ്മൾ കാണാറുണ്ട്. പ്രേം ഡിബേറ്റ് അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട് അതിന്റെ പേര്. അത് കാണാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ. ഇതൊക്കെ വല്ലപ്പോഴാണ് കാണാറുള്ളതെങ്കിലും. അതുപോലെ തന്നെ നമ്മൾ കാണാൻ ശ്രമിക്കുന്ന ഒരു പരിപാടിയാണ് മീറ്റ് ദ എഡിറ്റേഴ്സ്, അതായത് റിപ്പോർട്ടർ ചാനലിന്റെ. അതിൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, അതിലുള്ള ആളുകളൊക്കെ നിഷ്പക്ഷമായിട്ടും അല്ലെങ്കിൽ സത്യം തുറന്നു പറയുന്ന ആളുകളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൽ അരുൺകുമാർ ആണെന്നുണ്ടെങ്കിലും സ്മൃതി ആണെന്നുണ്ടെങ്കിലും ഇപ്പം മുമ്പുണ്ടായിരുന്ന ഉണ്ണി ബാലകൃഷ്ണൻ ആണെന്നുണ്ടെങ്കിലും ഒക്കെ. അപ്പോൾ ഇവരൊക്കെ ഒരു നിഷ്പക്ഷമായിട്ട് അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് കാര്യങ്ങളെ പറയാൻ വേണ്ടി ശ്രമിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. ഈ സുജയ പാർവതി എന്ന് പറഞ്ഞിട്ടുള്ളത് പരിപൂർണമായിട്ടുള്ള സംഖ്യയാണ്. സംഖ്യടി. പരിപൂർണമായിട്ടുള്ള, അതായത് RSSന്റെ കറ കളഞ്ഞ ഒരു RSSകാരിയായിട്ടുള്ളൊരു സ്ത്രീയാണ് ഇവർ. അത് ഇവരുടെ മുമ്പത്തെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ ചാനലിൽ ഇവർ ഇതിന്റെ ബിസിനസിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. കാരണം ഈ ചാനലിൽ എല്ലാ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ ചാനലിൽ ആളുകൾ വരണം. അത് ഇവർ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള, ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിവലിക്കുക, കാര്യങ്ങൾ പറയാനൊക്കെ തോന്നിയിട്ടുണ്ട്. അതൊക്കെ അവരുടെ ബിസിനസിന്റെ ഭാഗമാണ്. അതൊക്കെ നമുക്ക് അങ്ങനെ തന്നെ അംഗീകരിക്കാൻ പറ്റും. കാരണം അവരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ പരസ്പരം എഡിറ്റേഴ്സ് തമ്മിൽ പ്രശ്നം ഉണ്ടാവണം എന്നൊക്കെ പറയുന്നത് അങ്ങനെ കാണാം. പക്ഷേ ഈ സുജയ പാർവതിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവർ RSSന് വേണ്ടിയിട്ട് RSSന്റെ ആളുകളുണ്ടല്ലോ, അവരുടെ വക്താക്കൾ, ചാനൽ ചർച്ചയിൽ RSSന് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വരാറുണ്ട്. അവർ പോലും പറയാത്ത സ്റ്റൈൽ ഭാഷ ഇവർ ഉപയോഗിക്കാറുണ്ട്. പരിപൂർണമായിട്ടുള്ള ഒരു സംഘടനയായിട്ട് ആ പരിപാടിയിൽ ഇരിക്കാറുണ്ട്. മറ്റൊരു ആളുകൾക്കും രാഷ്ട്രീയം ഉണ്ടാവും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സ്മൃതിക്ക് രാഷ്ട്രീയം ഉണ്ടാവും, അതിന് മുമ്പുണ്ടായിരുന്ന ഉണ്ണി ബാലകൃഷ്ണന് രാഷ്ട്രീയം ഉണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ ചെയർമാനും ആ ഡിബേറ്റിൽ ഇരിക്കാറുണ്ട്, അയാൾക്ക് രാഷ്ട്രീയം ഉണ്ടാവും. ഒരുപാട് ആളുകൾക്ക് രാഷ്ട്രീയമൊക്കെ ഉണ്ടാവും. പക്ഷെ അവരുടെ രാഷ്ട്രീയം അവിടെ വ്യക്തമാക്കണില്ല. എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ഉണ്ണി ബാലകൃഷ്ണൻ ഏത് പാർട്ടിയാണ്. അതിലിപ്പോൾ ഏഷ്യനെറ്റിലാണ്. അതേപോലെ തന്നെ ഈ സ്മൃതി ഏത് പാർട്ടിയാണെന്ന് എനിക്കറിയില്ല. അരുൺകുമാർ പറയണേ കേൾക്കുന്നുണ്ട് CPMന്റെ ആളാണ്. പിന്നെ അങ്ങനെ കുറച്ച് ആളുകൾ അങ്ങനെയൊക്കെ ചെറിയ രീതിയിലൊക്കെ. പക്ഷെ അവർ ഓപ്പണായിട്ട് ഒരു പാർട്ടിനെ സപ്പോർട്ട് ചെയ്ത് കേട്ട് സംസാരിക്കാറില്ല എന്നുള്ളതാണ്. പക്ഷെ ഈ സ്ത്രീ ശരിക്കും RSSന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടിയിലും, ഈ എഡിറ്റേഴ്സിന്റെ എല്ലാത്തിലും RSSന് വേണ്ടിയിട്ട് സംസാരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിന് താഴെ വരുന്ന കമന്റുകളെല്ലാം ആ ചാനലിന് നഷ്ടമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അവരുടെ ഒരു അപ്പോൾ സംസാരിച്ചിങ്ങായിട്ട് അവരുടെ ടേക്ക് എത്തുമ്പോൾ ഇവരെല്ലാവരും ആ ഭാഗം കട്ട് ചെയ്ത് കാണും. ആ ഭാഗത്ത് കാണാറില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മളൊന്നും കാണാറില്ല, ചില സമയത്ത് കണ്ടുപോകാറുണ്ട്. ശരിക്കും ദേഷ്യം തോന്നും. കാരണം ശരിക്കും സത്യസന്ധമായിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്കിടയിൽ ഇത്തരത്തിലുള്ള സംഘടനകളൊക്കെ വരുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനൻ ടി വി പോലെ നമ്മൾ മാറ്റി നിർത്തും. ജനൻ ടി വി കാണുന്നത് ആകെ RSSന്റെ ആളുകളാണ്, ജനൻ ടി വി കാണുന്ന ആൾക്കാർ. അല്ലാതെ വേറെ ആരും പോയിട്ട് കാണാറില്ല. ഒരു ദിവസം വീട്ടിലൊക്കെ, എൻ്റെ വീട്ടിൽ അറിയാതെ, അവർക്കറിയില്ല ഏതൊക്കെ ചാനൽ ആരതൊക്കെ എന്നുള്ളത്. ഒരു ദിവസം അവർ ഏതൊരു വലിയൊരു പരിപാടിയാണ്, എന്തോ ഒരു ഫെസ്റ്റുമായി ബന്ധപ്പെട്ടൊരു പരിപാടിയാണ്, ഇലക്ഷനാണെന്ന് ഓർമ്മയില്ല, ജനൻ ടി വി. ഞാൻ പോയിട്ട് ജനൻ ടി വി വെച്ചിട്ട് പാവങ്ങൾ ഞാൻ മാറ്റി കൊടുത്തു. അവർ 24 ആണ്. അവർ 24 പോലെ തോന്നുന്നു അവർക്ക്. ഞാൻ 24 അല്ല, അത് ജനൻ ടി വി ആണ്, RSSന്റെ ചാനലാണ്. അവർ ആ രീതിയിൽ നമുക്ക് അവരുടെ ഒരു മാനിപ്പുലേഷൻ ഒരു രീതിയൊക്കെ അങ്ങനെയാണ്. അങ്ങനെ തന്നെ അത് തള്ളിത്തരാം. ബാക്കിയുള്ള ഏത് ചാനൽ വേണമെങ്കിൽ ഇരുന്ന് കണ്ടു എന്ന് പറയും. അപ്പോൾ കാരണം മറ്റുള്ള ചാനലുകൾ ഏതാണെന്നുണ്ടെങ്കിലും അവരവരുടെ ഒരു ആശയം വിൽക്കണില്ല എന്നുള്ളതാണ്. അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണില്ല എന്നുള്ളതാണ്. മീഡിയ വൺ ഉൾപ്പെടെ ജമാഅത്ത് ഇസ്ലാമിന്റെ ചാനലാണ്. ജമാഅത്ത് ഇസ്ലാമിന്റെ എന്ത് കാര്യമാണ് അവർ അതിൽ കൂടെ ചെയ്യുന്നത്? ഒന്നും ചെയ്യണില്ല. വളരെ സത്യസന്ധമായിട്ടുള്ള മാധ്യമ പ്രവർത്തനമാണ് അതിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അജിംസിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും നിഷാദിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും അപ്പോൾ ദാവൂദ് സാഹിബിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും എല്ലാവരും നിഷ്പക്ഷമായിട്ടുള്ള മാധ്യമ പ്രവർത്തനമാണ് അതിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അപ്പോൾ അങ്ങനെ ഏതും കാണാതിരിക്കുന്നത് അതൊന്നും തടസ്സമില്ല. ജനൻ ടി വി അങ്ങനെയല്ല. അപ്പോൾ ഈ ജനൻ ടി വിയിൽ ശരിക്കും വർക്ക് ചെയ്യേണ്ട ഒരാളാണ് ഈ സുജയ പാർവതി. കാരണം ഒരു പരിപൂർണമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. കോട്ടകം ഗോപാലൻ മുതലായത് ഒരുപാട് ആളുകളുണ്ട് ഇവർക്ക് വേണ്ടിയിട്ട്. ശിവശങ്കരൻ, കുറെ ആൾക്കാരുണ്ട് ഈ RSSന് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടി വരുന്നത്. ശങ്കുട്ടി ദാസ്, ആ പേര് ശരി വരും, ശങ്കുട്ടി ദാസ് ഉണ്ട്. പിന്നെ എന്താ പറയാ, നിരീക്ഷകൻ, ഒരു മാധ്യമ നിരീക്ഷകൻ അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകൻ, വിദേശകാര്യ എന്താണ് നിരീക്ഷകൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുത്തരുണ്ട്. ഇപ്പോൾ സ്വന്തം ചാനലൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറെ ആൾക്കാർ വരാറുണ്ട്. അതിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റി, അല്ലെങ്കിൽ അവരെക്കാളും ബെറ്റർ ആയിട്ട് RSSന് വേണ്ടിയിട്ട് വാദിക്കുന്ന ഒരാളാണ് സുജയ പാർവതി. അപ്പോൾ അവരെ ശരിക്കും റിപ്പോർട്ടറിൽ മുന്നോട്ട് അവർ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഷ ഒന്ന് കടുപ്പിക്കണം, നിഷ്പക്ഷമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. കാരണം ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാണ്. എല്ലാ പാർട്ടിയിലുള്ള ആളുകളും അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളും ഈ പ്രോഗ്രാം കാണുന്നുണ്ട്. RSSന്റെ ആൾക്കാർ മാത്രമല്ല,
ബാക്കിയുള്ളവരൊക്കെ നോർമലായിട്ട് ഏത് ഡിസ്കഷൻ എടുത്തിട്ടുണ്ടെങ്കിലും അവരത് മാത്രം അഭിപ്രായം വേറെ ആയിരിക്കും. ഇപ്പോൾ സർക്കാർ കുറ്റം ചെയ്തോ, അല്ലെങ്കിൽ ഇപ്പോൾ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യ സമര സേനാനികളെ മാറ്റിയോ, അങ്ങനെ എന്തൊക്കെയോ അങ്ങനെ മാറ്റിയോ, എല്ലാവരും മാറ്റി എന്ന് പറയുമ്പോൾ ഇവർ മാത്രം ഇല്ല. കാരണം ഇവരുടെ വാദം വളരെ വ്യത്യസ്തമാണ്. അതായത് ആ സബ്ജക്റ്റ് പറയാതെ അപ്പുറത്ത് മറ്റേതിൽ കുറ്റം ചെയ്തിട്ടുള്ള ഒരാളെ കുറിച്ച് ഇങ്ങോട്ട് പറയുക, അങ്ങനെയൊക്കെയാണ് അവർ ചെയ്യാറ്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, പരിപൂർണമായിട്ടുള്ള സംഘടന ആയതുകൊണ്ട് ഇവരുടെ ചാനൽ ഇവർ പറഞ്ഞായിട്ട് ഇവരുടെ ഭാഷ കടുപ്പിച്ചിട്ട് ഒതുക്കിയിട്ട് മറ്റുള്ളവർ പറയണത് പോലെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ചാനലിന്റെ ആ ഭാഗം ആരും കാണൂല എന്നുള്ളതാണ്, മറ്റുള്ള ഭാഗം കാണുകയും ചെയ്യും. കാരണം ഈ അരുൺകുമാറിൻ്റെതും സ്മൃതിൻ്റെതൊക്കെ വളരെ നിഷ്പക്ഷമായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികൾക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംസാര ശൈലിയൊക്കെയാണ്. അപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് പലപ്പോഴും എല്ലാ ഡിസ്കഷനും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇവരൊന്ന് ബ്രാൻഡ് ചെയ്യണമെന്ന് എനിക്കും തോന്നി. കാരണം നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നാലും നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മുടെ ഒരു അഭിപ്രായം അതും കെടുക്കട്ടെ എന്നുള്ളതാണ് അവർക്കെതിരെ, ആ ഒരു സംഘടനയ്ക്കെതിരെ. അവർക്ക് നല്ല സംസാരിക്കാൻ നല്ല കഴിവുണ്ട്, നല്ല സംസാരശേഷിയൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ്. അത് ഒന്ന് രണ്ട് ആൾക്കാർ അങ്ങനെ തന്നെ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വംശഹത്യ പണിക്കരുണ്ട്, പുള്ളിയൊക്കെ നല്ല സംസാര കഴിവുള്ള ആളുകളെ പ്രത്യേകം സ്കെച്ചിട്ട് RSS കൊടുത്തിട്ട് സമൂഹത്തിൽ സംസാരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, കൂടുതൽ ആളുകൾ അടുപ്പിക്കാൻ വേണ്ടിയിട്ട്, ചെറുപ്പക്കാരെ അടുപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ കാര്യമൊന്നുമില്ല, കേരളത്തിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. കാരണം കേരളത്തിലുള്ള ആളുകൾക്ക് അത്യാവശ്യം അറിയാം. പിന്നെ അവർക്ക് ഈ എന്താ പറയുക MP ഉണ്ടാവുന്നത് MLA ഉണ്ടാവുന്നതൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ കള്ളവോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അല്ലാതെ കേരളത്തിൽ അവർക്ക് നിലനിൽപ്പില്ല. കാരണം അത്രത്തോളം വെറുപ്പിൻ്റെ രാഷ്ട്രീയം ആയതുകൊണ്ടാണ്. നമ്മൾ പറഞ്ഞു വന്നത് സുജയ പാർവതി. അപ്പോൾ ഉറപ്പായിട്ടും ഒരു പരിപൂർണമായിട്ടുള്ള സംഘടനയാണ്.